ഗുഡ് മോർണിംഗ്. അയ്യേ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എങ്ങനെയുണ്ട് മൂന്നാറ്? എത്തിയിട്ടില്ല എങ്കിലും ഇനി ഒരു 20 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റ് ഒരു വൈകുന്നേരത്തോടുകൂടിയാണ് തണുപ്പ് വന്നത്. മൂന്നാറിന്റെ തണുപ്പിലേക്ക് എത്തണമെങ്കിൽ ഒരു കുറച്ചും അങ്ങോട്ട് കയറണം. നമുക്ക് ഉറങ്ങാൻ അടിപൊളി സുഖമായിട്ട് ഉറങ്ങി. ഒരു രക്ഷയില്ല. അടിപൊളി ഇന്നത്തെ ക്യാമ്പ് ഫയർ, അതുപോലെ ഫുഡ് അടക്കളൊക്കെ ഉഷാറായിരുന്നു. വിഷ്ണുക്കെ നല്ല വിഷ്ണുവിന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ പുറത്തു വർഷം കൂടിയാണ്. मेरा महबूब आया है, मेरा महबूब आया है. ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിലേക്ക് എങ്ങോട്ട് പോണങ്ങള്? മൂന്നാർക്ക് വന്നേ. അപ്പൊ നമ്മൾ പോയോണ്ടിരിക്കുന്നത് പൊന്മുടിയിലേക്കാണ്. എന്താ പറയാനുള്ളത്? പൊന്മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്കൂളിലൊക്കെ പഠിച്ച വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ ഒരുപാട് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ അമീനുണ്ട്, ഹക്കീമുണ്ട്, നൗഷിബോസ് ഉണ്ട്, വിഷ്ണുണ്ട്, നമ്മുടെ മണാലിയുണ്ട്, അനിലാൽ. അപ്പൊ ഈ പൊന്മുടിയിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. പൊന്മുടിയിൽ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. പൊന്മുടിയിൽ പിന്നെ ഒരു കാട്ടരുവിയിൽ കുളിക്കാണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട്. ആ കാഴ്ചകളിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മൂന്നാറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇടുക്കിയെ ബന്ധപ്പെട്ട നല്ലൊരു സോങ് ആവല്ലേ? മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി മലയാളക്കരയുടെ മടിശീല് വിറക്കണ മനവോറും നാടാണ് ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശിവേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവേട്ടനെ ഒന്ന് ശരിക്കും കണ്ടോട്ടെ. ശിവേട്ടൻ എക്സ്പീരിയൻസ് ഡ്രൈവർ വിത്ത് എന്താ പറയാ, 55 വർഷോളമായി ശിവേട്ടൻ ഈ ഒരു വളയം പിടിക്കുന്നു. 20 വർഷം ശിവേട്ടൻ പട്ടാളത്തിലായിരുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പട പൊരുതിയിട്ടുള്ള ശിവേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഇങ്ങനെ ഈ ഒരു ഇടുക്കിയുടെ മലയോര മേഖലയുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്, പ്രകൃതി ഭംഗിയുടെ കേരളത്തിന്റെ പ്രകൃതി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ ശിവേട്ടൻ. ശിവേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അടിപൊളി യാത്രയാണ്. നമ്മുടെ ജുനൈസിന് യാതൊന്നും പറയാനില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു യാത്ര സംഘടിപ്പിച്ച് ഇതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള ഓരോ ട്രക്കിങ്ങൊക്കെ സംഘടിപ്പിച്ച ജുനൈസ് ഒരുപാട് സിനിമകളിൽ കണ്ട ഒരു വണ്ടിയിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ശിവേട്ടനോടൊപ്പം അല്പസമയം ഇനി ഒരുപാട് വൈബുകൾ ഈ ഒരു യാത്രയിൽ ഉണ്ടാവും.
എന്നാണ് ശിവേട്ടൻ പറയുന്നത്. ഈ ഒരു യാത്ര നമ്മൾ അനുഭവിക്കേണ്ട ഒരു യാത്ര തന്നെ അനുഭവിക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തോണ്ട് കുത്താവതോ കഴിച്ചില്ലായി. ഏകദേശം ഒരു 12 കിലോമീറ്റർ മുന്നിലേക്ക് പോന്ന് ഒരു 20 മിനിറ്റ് നേരം കൊണ്ട് കവർ ചെയ്ത് ശ്രീനാരായണപുരം വാട്ടർഫാൾസ് അതിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നമ്മൾ അക്കീം അരിമ്പ്ര പൂക്കുളത്ത്. ഇതിൽ അക്കീം അരിമ്പ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാസിയാണ് കുറേ കാലമായിട്ട്. അക്കീംക്ക് എന്താണ് ഈ യാത്രനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഈ യാത്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം സൗദിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു എൻജോയ്മെൻറ്റ്, അടിപൊളി, കുറഞ്ഞ ചെലവിൽ നാടൻ പ്രദേശത്ത് കൂടെ ഇത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇന്ന് രണ്ടാം ദിവസമാണ്. നാളെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോവാം. നമുക്ക് ആ ഭാഗത്തായിട്ട് കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് ശിവേട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഡ്രൈവർ എത്തിക്കുന്നത്. ഇപ്പം ഞങ്ങളിൽ ശ്രീനാരായണപുരം റിപ്പിൾ വാട്ടർഫാൾസിലാണ്. ഇവിടെ ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഓരോരുത്തർക്ക് 10 രൂപയുടെ ടിക്കറ്റാണ് വരുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഈ ശ്രീനാരായണീയം വാട്ടർഫാൾസിൻ്റെ പട്ടവുകളിലൂടെ ഇങ്ങനെ ഞാനും അമീന്, വിഷ്ണു, ബാക്കിയുള്ളവരൊക്കെ പിറകിൽ 1 by 1 ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് എന്താണ് അവസ്ഥ നോക്കാം, എന്നിട്ട് പറയാം പൊളിയാണോ എന്ന്. ഏതായാലും ഇങ്ങോട്ടേക്കുള്ള യാത്ര പൊളിയാണ്. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണുള്ളത്. ഈ തായ് ഭാഗത്തു നിന്നാണ് ഒന്നും കൂടെ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ എൻഡ് ഭാഗമായിട്ട് വരുന്നത്. അതായത് ഈ വാട്ടർഫാൾസിൻ്റെ കറക്റ്റ് വ്യൂ ആണ് കാണുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. കുറച്ച് ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഇത് കാണുന്നത്. ഫോട്ടോക്കും അതേപോലെ കപ്പിൾസിനും ഒക്കെ വരാൻ പറ്റിയ സൂപ്പർ ഏരിയ. ഒരു രക്ഷയില്ല. എന്താണ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കണ്ടന്റ് ഇതിൻ്റെ മുഖ്യ ആളിതാണ്. ഞാനിതിൻ്റെ ഒരാളായി നിന്ന് പ്രവർത്തിക്കാമെന്ന് മാത്രമല്ല, എൻ്റെ മുഖ്യ സംവിധാനം ഈ ടൂർ പ്ലാൻ ചെയ്തത് മുതൽ ചെയ്തതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ആള് ജുനൈസാണ്. അതുപോലെ പാരിസ്, ഇവരൊക്കെയാണ് നമ്മളിതിൻ്റെ ഒരാളായിട്ട് ഇവർ പറഞ്ഞമാതിരി നിൽക്കുന്നു മാത്രം. അല്ല, ഇതിലുള്ള എല്ലാവരും തന്നെയാണ് ഇതിൻ്റെ വിജയം. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഈ ഒരു ട്രിപ്പ് പെട്ടെന്നുണ്ടായില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇന്ന് മൂന്നാർ പോകണം തന്നെയായിരുന്നു. ഇത് ഇവിടെയുള്ള ആളുകളാണ് ഇത് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു ട്രക്കിംഗ് ഒക്കെ ആണെന്ന് പറയുമ്പോൾ ട്രക്കിംഗ് ആൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്തത്. പിന്നെ നൗഷാദ് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഈ ട്രക്കിംഗ് രാവിലെ എണീറ്റപ്പോഴാണ് ഒരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത് ഇവിടെ ഇങ്ങനെ സംവിധാനം ഉണ്ട്, എല്ലാവർക്കും പോയാൽ അതൊരു പുതിയ അനുഭവം എന്ന് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ പോകുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, സ്റ്റാർട്ടിംഗ് തന്നെ ഈ മലകളൊക്കെ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ശ്രീനാരായണ റിപ്പിൾ വാട്ടർഫാൾസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. 12 കിലോമീറ്റർ നമ്മൾ വെന്നീറ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്. റൂട്ടും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്യുക, വരിക, കാണുക. 10 രൂപ ടിക്കറ്റ് ഉള്ളൂ. ഒരു 12 കിലോമീറ്റർ യാത്രയാണ് ഇങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് 10 രൂപ എടുക്കുക. എൻജോയ്. അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോകുന്നുള്ളത് ശിവേട്ടൻ തന്നെ പറഞ്ഞുതരൂ. ശിവേട്ടൻ മിലിറ്ററിയിലൊക്കെ ആയിരുന്നു. ആനിങ് ബ്രിഡ്ജ് തൂക്കുപാലത്തേക്ക്. ആനിങ്ങ ബ്രിഡ്ജ് എന്ന് പറയുന്ന തൂക്കുപാലത്തിലൂടെയാണ് പോകുന്നത്. നമ്മൾ പോയോണ്ടിരിക്കുന്നത് നാട്ടുവഴികളിലൂടെ, അതായത് ഈ
മൂന്നാറിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള വില്ലേജസിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീപ്പും ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ഇവിടെ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് നേരെ സ്ട്രൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് അത്രയ്ക്ക് ജനങ്ങളിലേക്ക് എത്താത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇതുവരെ വന്നപ്പോൾ കണ്ടത് എന്തായാലും വ്യത്യസ്തമാണ്. കാരണം കുറച്ച് യാത്ര ജീപ്പിലുള്ള യാത്രയും പിന്നെ ഒട്ടിപ്പൊളിഞ്ഞ റോഡും ഒക്കെ കൂടായിട്ട് അടിപൊളിയാണ്. ശിവേട്ട, നമ്മളിപ്പോ പോകുന്ന പാലത്തിന്റെ ഹിസ്റ്ററി എന്താണ്? ഇത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. നമ്മുടെ ആണിംഗ് ബ്രിഡ്ജ്. ഇതാണ് നമ്മൾ പറയുന്ന സൈറ്റ്. ബ്രിട്ടീഷുകാർ പണിത സൈറ്റാണ്. കണ്ട, വിദേശികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. ഇത് ബ്രിട്ടീഷുകാർ പണിത പാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭാഗമൊക്കെ കുറച്ച് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ കളക്ട് ചെയ്തു. അധികാരികൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എത്രയേറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥയാണ്. ഷാറൂഖ് ഖാൻ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന സിനിമയിൽ ഈ ഭാഗത്തേക്കാണ് ജീപ്പ് ചാടിക്കുന്നതെന്നാണ് ഇപ്പോൾ ശിവേട്ടൻ പറഞ്ഞത്. അങ്ങനെ നിരവധി സിനിമകളുടെ ഷൂട്ടുകൾ നടക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് പൊന്മുടി ഡാം. ഈ ഭാഗത്തേക്കാണ് ഷാറൂഖ് ഖാൻ ഈ ജീപ്പ് ഓടിച്ച് ചാടിക്കുന്നത് ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന പടത്തിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി ഡാം. ഈ പൊന്മുടി ഡാമിൽ നിരവധി ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പൊന്മുടി ഡാമിനെ കുറിച്ച് തന്നെ പലർക്കും അറിയുന്നതാകും. പൊന്മുടി എന്നുള്ള പേര് തന്നെ ഫെമിലിയർ ആണ്. ഒരു പാട്ടിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു പേരാണ് പൊന്മുടി. മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള സോങ്ങാണ്. ഇതിൻ്റെ ഈ ഡാമിൻ്റെ ആ ഭാഗത്തായിട്ട് കാണുന്ന ഏരിയയിലേക്കാണ് ചെന്നൈ എക്സ്പ്രസ് എന്ന് പറയുന്ന പടത്തിൻ്റെ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിൽ ഷാറൂഖ് ഖാൻ SRK ജീപ്പ് ഓടിച്ച് ചാടിക്കുന്ന ഒരു സീനുള്ളത് എന്നാണ് ഇവിടുന്ന് ഇവർ പറഞ്ഞു തന്നത് നമുക്ക്. നമ്മൾ തായ് ഭാഗത്തു നിന്ന് കണ്ടിരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ ആണ് ആ കാണുന്നത്. ആ ഭാഗത്തായിട്ടാണ് ആ വെള്ളച്ചാട്ടം വരുന്നത്. നമ്മൾ അത്രക്ക് മുകളിലേക്ക് കയറി ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതായത് മൂന്നാറിൻ്റെ ഒക്കെ ഏകദേശം ഭൂരിഭാഗം പ്രദേശവും ഇവിടുന്ന് നോക്കിയാൽ കാണുമെന്ന് അർത്ഥം. അത്രക്ക് നമ്മൾ കവർ ചെയ്തു. താഴേക്കൊരു അപാര കൊക്കയാണുള്ളത്. ഈ കാണുന്നത് വലിയ കൊക്കയാണ്. ആ ഭാഗത്തായിട്ട് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ വെള്ളച്ചാട്ടം, പൊന്മുടി ഡാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത്രക്ക് ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണിത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത്, ഞാനിതൊരു കുരിശിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് ചതുരംഗപ്പാറ എന്നാണ്. ഇതിൻ്റെ പുരാണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇവിടുത്തെ രാജാക്കന്മാരും അതുപോലെ ചരിത്രത്തിലൊക്കെ ഇവിടേക്ക് രേഖപ്പെടുത്തിയത് ചതുരംഗം ഇവിടെ ഇരുന്ന് കളിച്ചിരുന്നു എന്നുള്ളൊരു ലെവലിലാണ് ഇതിനറിയപ്പെടുന്നത്. ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓൾ അറൗണ്ടായിട്ട് മൂന്നാറിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന്. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ്
ഡീറ്റെയിൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടേക്ക് എത്തിച്ച ശിവേട്ടൻ ഉണ്ട്. ശിവേട്ടനോട് തന്നെ ചോദിക്കണം. ഇവിടെ ഈ ചതുരംഗപ്പാറ എന്നുള്ള പേര് വരാനുള്ള പണ്ട് സീതാരാമനൊക്കെ വനവാസം ചെയ്തപ്പം വന്ന് ചതുരം കളിച്ച പാറയാണിത്. പാറയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് തലമുറയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇതൊരു ബി പോയിന്റ് ആയിട്ടില്ല. എല്ലാ ഗസ്റ്റുകളും ഇവിടെ വന്നാണ് ഇതിന്റെ ഏറ്റവും ടോപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ പുറപ്പെട്ട സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ചെങ്കളം മുതുവാൻകുടിയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് തന്നെ ചെങ്കളം മുതുവാൻകുടി തന്നെ നമ്മൾ വന്നു. എല്ലാ പോയിന്റും കാരണം കവർ ചെയ്ത് ചെങ്കളം അല്ലേ? അവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക്? നമ്മൾ പോയ പോയിന്റോ? ചെങ്കളത്തിന് ഏകദേശം ഇങ്ങോട്ടേക്ക് നമ്മള് റിസോർട്ടിന്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക്. അവിടുന്ന് റെസ്റ്റിന് 1 കിലോമീറ്റർ അല്ല, റിസോർട്ടിന്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഉള്ളൂ. അതായത് തിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ചെങ്കളം മുതുവാൻകുടിയിലെ ചെങ്കളം മുതുവാൻകുടി എന്ന സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ ഉള്ളത് ചതുരംഗക്കളത്തിന്റെ ഹിസ്റ്ററിയാണ് ശിവേട്ടൻ പറഞ്ഞു തന്നത്. കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. അപ്പൊ ഈ വീഡിയോയോടുകൂടി ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസത്തിൽ മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ PJ. See you again.